മസാല ബൈറ്റ്സിൽ നമ്മളോടൊപ്പം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് പ്ലേ ബാക്ക് സിംഗർ രവിശങ്കറാണ്. രവിശങ്കറിന് മസാല ബൈറ്റ്സിലേക്ക് സ്വാഗതം. FM റെയിൻബോയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. എന്തൊക്കെയാണ് രവിശങ്കറിന്റെ പുതിയ വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നു, റെക്കോർഡിംഗ് ഒക്കെ ആയിട്ട് പോകുന്നു. ഞാനിപ്പോ ഒരു വർക്കില് എറണാകുളത്ത് തന്നെ ഉണ്ട്. ഒരു ഡിവോഷണൽ ആൽബം പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏതൊക്കെയാണ് രവിശങ്കറിന്റെ പുതിയ ഫിലിം പ്രോജക്ടുകൾ? പുതിയ ഫിലിം ഇനിയിപ്പോ ഒന്ന് രണ്ടെണ്ണം പാടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഏറ്റവും റീസെന്റ് ഇറങ്ങാൻ പോകുന്നത് എന്റെ രണ്ട് ഗുരുനാഥന്മാരുടെ വർക്കുകളാണ്. ഒന്ന് ശ്രീ MG രാധാകൃഷ്ണൻ സാർ ലാസ്റ്റ് ചെയ്തു വെച്ചിട്ട് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയ ഒരു വർക്ക് പകരം എന്ന ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞു, എബൌട്ട് ടു റിലീസാണ്. അതിനകത്ത് ഞാനും മഞ്ജരിയും ചേർന്ന് പാടിയ ഡ്യുവറ്റ് സോങ് ആണ്. അദ്ദേഹം ലാസ്റ്റ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വന്ന് വോയിസ് മിക്സ് ചെയ്ത ഒരു സോങ് എന്ന് പറയാവുന്നത് അതൊരെണ്ണം. പിന്നീട് എന്റെ ഗുരുനാഥനായ ശ്രീ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറ് സംഗീത സംവിധാനം ചെയ്ത കനൽ വഴികൾ എന്ന ഒരു പുതിയ ചിത്രമുണ്ട്. അതിനകത്തും ഒരു പാട്ട് പാടാൻ പറ്റി. അതെന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം പെരുമ്പാവൂർ സാറിന്റെ അടുത്ത് ഞാൻ പാട്ട് പഠിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലെ പാട്ടുകളെല്ലാം തന്നെ കുറച്ച് ചെയ്തിട്ടുള്ളെങ്കിലും എല്ലാം ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകളായിരുന്നു. അപ്പം ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ഒരു വരിയെങ്കിലും പാടാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദൈവാനുഗ്രഹം പോലെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അത് പാടി. രവിശങ്കർ ഇപ്പോൾ ആകെ എത്ര സിനിമയിൽ പാടിയിട്ടുണ്ടാവും മൊത്തം? സിനിമകളിൽ ഞാൻ ആദ്യം പാടിയത് സാഫല്യം എന്ന ചിത്രമാണ്. അവിടുന്ന് ഞാനിപ്പോ റിലീസ് ചെയ്ത ചിത്രങ്ങൾ ഏകദേശം 15 അത്രയൊക്കെ ഉള്ളൂ. ആദ്യമായി സിനിമയിൽ പാടിയ പാട്ട് ഏതാണ്? സാഫല്യത്തില് ഞാനും സുജാത ചേച്ചിയും കൂടെ ചേർന്ന പാടി. ശ്രീ MG രാധാകൃഷ്ണൻ സാറിന്റെ സംഗീത സംവിധാനത്തില് പൊന്നൂല പന്തലിൽ വേളിപ്പെണ്ണായി എന്ത് സ്വയംവര രാജകുമാരി വരുമോ. ഞാൻ രവിശങ്കർ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AR FM റെയിൻബോ 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. മാണിക്കക്കല്ല് ഫിലിമിലെ സോങ് വളരെയധികം ഹിറ്റായിരുന്നു അല്ലേ? നന്നായി ഒരുപാട് ദൈവാനുഗ്രഹത്താൽ ജനശ്രദ്ധ ഒരുപാട് കിട്ടിയ പാട്ടാണ്. ഒരുപാട് പേര് ഇപ്പോഴും ആ പാട്ട് തന്നെയാണ് പറയുന്നത്. ആ പാട്ട് പാടിയ ആളെന്നുള്ള നിലയിൽ പലപ്പോഴും പലരും പറയാറുണ്ട്. ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നൊരു തോന്നൽ രവിശങ്കറുണ്ടോ? അതിപ്പോ നമ്മള് എന്താ പറയാ, അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതി പോലെ ഇരിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോ കോർപ്പറേഷന്റെ പൈപ്പ് വെള്ളം അതിപ്പം ശുദ്ധമാണോ അല്ലയോ, അത് കുടിക്കാമോ കൊള്ളൂല്ലയോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ അത് എടുത്ത് ഒന്ന് തിളപ്പിച്ച് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഒരു കണക്കിന് ഉപയോഗിക്കുന്ന പോലെ, അത് ഉപയോഗിക്കുന്ന ആളുടെ ഒരു നേച്ചർ പോലെ അതിന്റെ ഗുണവും ദോഷവും വരും. അങ്ങനെ ഒരുപാട് ദോഷം ഉള്ള രീതിയിലൊന്നും ഈ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പലപ്പോഴും ചർച്ച വരാറുള്ള ഒരു കാര്യമാണ്. മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ചെയ്തത്, ഇങ്ങനെ ചെയ്തത്, വലിയ ആൾക്കാർ അങ്ങനെ ചെയ്തത്. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേസമയം ഒരുപാട് പ്ലസ് പോയിന്റ്സ് നമുക്ക് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എന്നോട് ഒരു അഭിപ്രായം ചോദിച്ചാൽ ദോഷത്തെക്കാൾ ഏറെ ഒരു 10 ഇരട്ടി ഗുണമുണ്ട്. പിന്നെ അതിനോടൊപ്പം ദോഷങ്ങൾ നമ്മുടെ ഉപയോഗത്തിന്റെ രീതി കൊണ്ട് വരുന്ന ദോഷങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു 10-15 വർഷത്തിന് ശേഷം മൊബൈൽ ഫോൺ ഇത്രയും വർഷം ഉപയോഗിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് തലവേദന വന്നതെന്നൊക്കെ കണ്ടുപിടിക്കുമെങ്കിൽ അത് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. നല്ല കാര്യങ്ങൾക്കും നല്ല അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സിലും ഉപയോഗിച്ചാൽ അത് ഏറ്റവും വലിയൊരു, ഈ റീസെന്റ് ഇറങ്ങിയ ഒരു കമ്പ്യൂട്ടറിന് ശേഷം ഇറങ്ങിയ ഏറ്റവും വലിയൊരു റീസെന്റ് ഒരു ഉപകാരപ്രദമായ ഒരു കണ്ടുപിടുത്തമായിട്ട് എനിക്ക് അതിനെ പറയാൻ പറ്റും. ഒരുപാട് സ്കൂൾ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോൺ ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അവർക്ക് അതിന്റെ ആവശ്യമുണ്ടോ? കുട്ടികൾക്ക് കഴിയുന്നത് മൊബൈൽ ഫോൺ ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോ കൊടുത്തുവിടുന്ന മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് അവരത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ഒരു അണ്ടർ സ്ക്രൂട്ടിനി വയ്ക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികൾക്ക് ഇപ്പൊ പല കാര്യങ്ങളും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടാവും. ഒരു രസത്തിന് ഒരു വേറൊരു ട്രാക്കിൽ സഞ്ചരിക്കാൻ താല്പര്യം ഉണ്ടാവും. അതൊക്കെ മൊബൈൽ ഫോൺ എങ്ങനെ ആര് വാങ്ങിച്ചു കൊടുക്കുന്നോ അവരുടെ ഉത്തരവാദിത്തമാണ്. അവരത് നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ, അല്ലെങ്കിൽ ഇത് ആരാണോ വാങ്ങിച്ചു കൊടുക്കുന്നത് അവരുടെ ഉത്തരവാദിത്തം. മൊബൈൽ ഫോൺ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് ആണുങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും രവിശങ്കറുടെ പ്രതികരണം? ഇതിനകത്ത് ജാതി അല്ലെങ്കിൽ ഒരു സെക്സ് അല്ലെങ്കിൽ ഒരു ദേശം വ്യത്യാസമൊന്നുമില്ല. മൊബൈൽ ഫോൺ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നത് അവരവരുടേതായ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള മേഖലകളിൽ കൂടുതൽ വ്യാപരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചിലർക്ക് ബിസിനസ് ഓറിയന്റഡ് ആയിട്ട് അവരുടെ ബിസിനസ് മെച്ചപ്പെടുത്താൻ, വേറെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ദുരുപയോഗം ചെയ്യാനാണെങ്കിൽ ഇതിന് അനന്തമായ സാധ്യതകളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ മൊബൈൽ ഫോൺ നമുക്ക് ബാൻ ചെയ്യാൻ പറ്റിയിട്ട് അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തീരുന്നെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിനകത്ത് ഇങ്ങനെ ഒരു ആൺ പെൺ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
പെൺകുട്ടികളെല്ലാം നല്ല കുട്ടികളാണ്. മൊബൈൽ ഫോൺ വീട്ടിൽ മാത്രം വിളിക്കാൻ ഉപയോഗിക്കുന്നവരും, ആൺകുട്ടികൾ എല്ലാവരും ചീത്ത ആൾക്കാരും, പെൺകുട്ടികളെയും അല്ലെങ്കിൽ അനാവശ്യമായ കോൾ ഉപയോഗിക്കാനും SMS ചെയ്യാനും മാത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പറയാനേ പറ്റില്ല. മൊബൈൽ ഫോൺ രവിശങ്കറിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സന്ദർഭമുണ്ടോ? ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം നമ്മളിപ്പം പലപ്പോഴും പ്രോഗ്രാം സ്ഥലത്ത് പ്രോഗ്രാം ഈ ഗാനമേളകൾ അല്ലെങ്കിൽ അങ്ങനെ റെക്കോർഡിങ് അല്ലെങ്കിൽ പല പ്രോഗ്രാം സ്ഥലത്തു നിന്നൊക്കെ നമ്മളിപ്പോ പല ഗ്രൂപ്പായിട്ട് പല സമയത്ത് പല യാത്രകൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കോർഡിനേഷൻ എന്നുള്ള നിലയിൽ ഇപ്പൊ ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ. കാരണം നമ്മുടെ കൂടെ വരുന്നവരെ വിളിത്തി, അല്ലെങ്കിൽ അവർക്കൊരു വഴി മാറിപ്പോയി കഴിഞ്ഞാൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഈവൻ GPS വരെ ഉപയോഗിച്ച പ്രോഗ്രാം സ്ഥലത്ത് എത്തുന്ന 1-2 ഓപ്പർച്യൂണിറ്റീസ് എനിക്കും എൻ്റെ ഞാൻ 1-2 സിറ്റുവേഷൻസ് അങ്ങനെ ഓർക്കുന്നുണ്ട്. വെറുതെ ഞങ്ങളൊരു രസത്തിന് പരീക്ഷിച്ചാണ്, അത് പലപ്പോഴും അതൊരു രസകരമായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ട് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. മൊബൈൽ ഏറ്റവും ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയ ഒരു സന്ദർഭം? മൊബൈൽ ഫോൺ പാരയാവുന്ന എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ വളരെ സീരിയസ് ആയിട്ടൊരു വർക്കിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മളിൽ തന്നെ ഫുള്ളായിട്ട് ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വർക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ പൂർണ്ണമായും ഇൻവോൾവ് ആയിട്ട് നിൽക്കുമ്പോൾ അനാവശ്യമായി വരുന്ന ചില കോൾസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര ചിലര് അങ്ങനത്തെ കോൾസ് വരാറുണ്ട്. അത് ചില സമയത്ത് നമുക്കങ്ങ് ഇറിറ്റേഷന്റെ ഹൈ പീക്സിലേക്ക് പോകും. അപ്പൊ രവിശങ്കർ, ഇനി റെയിൻബോ ശ്രോതാക്കൾക്ക് വേണ്ടി മാണിക്കക്കല്ല് ഫിലിമിലെ ആ സോങ് ഒന്ന് പാടിയാലോ? തീർച്ചയായും. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വളക്കൊഞ്ചലിട്ട് കാത്തു നിന്നതാറ്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പത്തെടുത്ത് പാർത്തു നിന്നതാറ്, തെളിവാനിൽ നിന്ന മേഘം പനിനീരിൻ കൈക്കുടഞ്ഞു, അണിവാക പൂക്കുമീ നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി